ചൂരൽമലയെ ഉരുളെടുക്കുന്നതിന് മുൻപ് വരെ ആ നാട്ടിലെ ഏറ്റവും മികച്ച കർഷകരിൽ ഒരാളായിരുന്നു അണ്ണയ്യൻ. പ്രതിമാസം ലക്ഷങ്ങളുടെ വരുമാനം ആ മണ്ണ് അണ്ണയ്യന് നൽകിക്കൊണ്ടിരുന്നു. സർവ്വതും നഷ്ടപ്പെട്ട അണ്ണയ്യന് കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പാണ് പുതിയ അഡ്രസ്. ടൗൺഷിപ്പിൽ അനുവദിച്ചു കിട്ടിയ പുതിയ വീട്ടിൽ അണ്ണയ്യൻ പൂർണ്ണ തൃപ്തനുമാണ്. അർബുദ രോഗം അണ്ണയ്യനെ പാടെ തകർത്തെങ്കിലും കൃഷി ചെയ്യാൻ ഒരിടം വേണമെന്നാണ് അണ്ണയ്യന്റെ ആഗ്രഹം. കാപ്പിയും കുരുമുളകും അടക്കിയും ഏലവും വിളയുന്ന 2.5 ഏക്കർ ഭൂമി. അതിൽ നിന്നും ലഭിച്ചിരുന്ന വാർഷിക വരുമാനം 20 ലക്ഷം രൂപ. പൊന്നു വിളയുന്ന ഭൂമിക്ക് റിസോർട്ടുകാർ പറഞ്ഞ വില 4.5 കോടി. വെള്ളരിമലയിൽ നിന്നും ഉരുൾപൊട്ടി ഒഴുകുന്നതിന് മുൻപുള്ള അണ്ണയ്യന്റെ കഥയാണിത്. ഇന്ന് ആ 2.5 ഏക്കറിന്റെ അവസ്ഥ ഇങ്ങനെ. ഉരുളിന്റെ ബാക്കിയായ മണ്ണും കടപുഴകി ഒഴുകി വന്ന മരങ്ങളും അതിനടിയിൽ അജ്ഞാതരായ കുറെ മനുഷ്യരുടെ ജഡങ്ങളും മാത്രമാണ് ഇന്നിവിടെ അവശേഷിക്കുന്നത്. നല്ലൊരു കൃഷിയായിരുന്നു പറഞ്ഞാൽ വെള്ളാർമല വില്ലേജിൽ ഇങ്ങനത്തെ ഒരു കൃഷി ഇല്ലായിരുന്നു. നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ചൂരൽമലയിൽ 2.5 ഏക്കർ കൃഷിയിടവും നല്ലൊരു വീടും ചൂരൽമല അങ്ങാടിയിൽ 5 സെന്റ് സ്ഥലത്ത് 6 കടമുറികളും അണ്ണയ്യന്റെ സ്വന്തമായിരുന്നു. റേഷൻ കടയും മലഞ്ചരക്ക് കടയുമെല്ലാം ഉണ്ടായിരുന്ന മുറികൾ. വാടക ഇനത്തിൽ മാത്രം മാസം 50,000 രൂപയായിരുന്നു വരുമാനം. ഒരു വർഷം 4 ലക്ഷം രൂപയുടെ അടയ്ക്ക വിൽക്കും. കാപ്പിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപ കിട്ടിയിരുന്നു. കുരുമുളക് കൃഷിയിലൂടെയും നല്ല വരുമാനമുണ്ടാക്കി. പക്ഷേ മണ്ണു തന്നതെല്ലാം ഒരു ഇരുണ്ട രാത്രിയിൽ പ്രകൃതി തന്നെ തിരിച്ചെടുത്തു. എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലമാണ്. എൻ്റെ വീടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് 2 ഏക്കർ സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കാപ്പിത്തോട്ടമായിരുന്നു. കാപ്പി, കുരുമുളക്, കവുങ്ങ്, അവക്കട കൃഷിയൊക്കെ ആയിരുന്നു. ഇതിലൊരു കണ്ടമാനം മരങ്ങളാണ് കിടക്കുന്നത്. ഇപ്പോൾ എല്ലാം ഇവിടെ വന്ന് അടഞ്ഞു. ഇവിടെ നിന്നാണ് 67 ബോഡി എടുത്തത്. ഈ സ്ഥലത്ത് നിന്ന് 15 എണ്ണോളം രാവിലെ ഞാനും എൻ്റെ അനിയൻ്റെ മോനും കൂടിയിട്ട് വലിച്ചിട്ടു. കൃഷിഭൂമിയിൽ നിന്ന് മാത്രം 25 ലക്ഷത്തിനടുത്ത് വാർഷിക വരുമാനമുണ്ടായിരുന്ന അണ്ണയ്യന് സന്നദ്ധ സംഘടന നൽകിയ ഓട്ടോറിക്ഷയാണ് ഇന്ന് ഉപജീവന മാർഗം. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് 3 മാസങ്ങൾക്ക് മുൻപ് നടത്തിയ പരിശോധനയിൽ അർബുദം 5ാം ഘട്ടത്തിൽ എന്ന് കണ്ടെത്തി. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്ന 178 വീടുകളിലൊന്ന് തനിക്കും കുടുംബത്തിനും ലഭിക്കുന്നതിൽ അണ്ണയ്യൻ സംതൃപ്തനാണ്. പക്ഷേ ഉരുൾ കവർന്ന തന്റെ ഭൂമിയിൽ വീണ്ടും മണ്ണൊരുക്കി വിത്തിടാൻ അവസരം ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അണ്ണയ്യൻ പറയുന്നു. പലരും എന്നെ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഒരു ദിവസമാണെങ്കിൽ എനിക്ക് അവിടെ പോയി കിടന്നുറങ്ങണമെന്നുണ്ട്. എന്നാലേ എൻ്റെ കണ്ണിന് ഉറക്കം പിടിക്കുള്ളൂ. അല്ല, ഇവിടുത്തെ എങ്ങനെ താമസിച്ചാലും എനിക്ക് ഉറക്കം പിടിക്കില്ല. അവിടെ പോയി കിടക്കണം എന്നുണ്ട്. തോട്ടത്തിൽ വന്നടിഞ്ഞ ഭീമൻ മരങ്ങൾ മാറ്റി കൃഷി ആരംഭിക്കാനുള്ള അനുമതിക്കായി പലതവണ റവന്യൂ അധികൃതരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒന്നുകിൽ എന്റെ ഭൂമിയിൽ കൃഷി ചെയ്തു ജീവിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകണം. അതുമാത്രമാണ് അണ്ണയ്യന്റെ ആവശ്യം. ആ ഭൂമി തിരിച്ചു കിട്ടിയാൽ അവിടുത്തെ മരങ്ങളൊന്ന് മാറ്റിക്കൊടുത്താൽ മണ്ണിൽ പഴയതുപോലെ പൊന്നു വിളയിക്കാമെന്ന ആത്മവിശ്വാസമുണ്ട് അണ്ണയ്യന്. ജീവിതം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയും. ആ ഇരുണ്ട രാത്രിയിൽ അണ്ണയ്യന്റെ സ്വത്തും സമ്പാദ്യവും പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതിമാരക രോഗം ഇപ്പോൾ ആ ശരീരത്തെയും കാർന്നു തിന്നുകയാണ്. ടൗൺഷിപ്പിൽ ലഭിച്ച വീടിൽ അണ്ണയ്യൻ പൂർണ്ണ സംതൃപ്തനാണ്. പക്ഷേ സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ഇറക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അണ്ണയ്യനെ മുൻപോട്ട് നയിക്കുന്നത്. ഈ കാണുന്ന മരക്കുറ്റികളും കൂറ്റൻ മരത്തടികളും ഇവിടെ നിന്ന് അധികൃതർ മാറ്റി വീണ്ടും കൃഷി ചെയ്യാനൊരു അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷ അണ്ണയ്യൻ ഇപ്പോഴും പങ്കുവെക്കുന്നു. അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഷാഫിക്കൊപ്പം ബെൻസൻ ബാവുമങ്ങാട്ട്, ന്യൂസ് മലയാളം, ചൂരൽമല.